നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 17 തിങ്കൾ. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. ലഹരിമുക്ത കേരളത്തിന് സമഗ്ര പദ്ധതി. സംസ്ഥാനത്തെ മയക്കുമരുന്ന് മുക്തമാക്കുന്നതിനുള്ള കർക്കശ നടപടികൾക്ക് സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നു. മയക്കുമരുന്നിന്റെ കടത്തും വിതരണവും തടയുന്നതിനും കുറ്റവാളികളെ പിടികൂടുന്നതിനും പോലീസും എക്സൈസും സംയുക്തമായി പഴുതടച്ച പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പോലീസിലെയും എക്സൈസിലെയും ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് വിശദമായി ചർച്ച ചെയ്താണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ലഹരിക്കടത്ത് തടയുന്നതിന് അതിർത്തികളിലും സംസ്ഥാനത്തിനകത്തും പോലീസും എക്സൈസും സംയുക്ത പരിശോധന നടത്തും. രാസലഹരിയടക്കം കേരളത്തിലേക്ക് കടത്തുന്നതിന് മയക്കുമരുന്ന് സംഘങ്ങളും കച്ചവടക്കാരും ഉപയോഗിക്കുന്ന മാർഗങ്ങളെല്ലാം അടയ്ക്കുകയാണ് ലക്ഷ്യം. ചെക്ക് പോസ്റ്റുകൾ, അന്തർ സംസ്ഥാന ബസ്സുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അതിഥി തൊഴിലാളി ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ പരിശോധന കർക്കശമാക്കുന്നതോടെ മയക്കുമരുന്നിന്റെ വരവ് ഒരു പരിധിവരെ തടയാൻ കഴിയും. സ്ഥിരം കുറ്റവാളികൾ അടക്കമുള്ള ലഹരി കച്ചവടക്കാരെ കണ്ടെത്തി പിടികൂടുന്നതിന് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് പോലീസും എക്സൈസും അവരുടെ ഡാറ്റാബേസുകൾ പങ്കുവയ്ക്കും. സംസ്ഥാനത്തെ പ്രധാന ലഹരി കച്ചവട കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് കണ്ടെത്തി. അവിടങ്ങളിൽ റെയ്ഡുകൾ നടത്തി കുറ്റവാളികളെ പിടികൂടുന്നതോടെ ലഹരി വിതരണത്തിന്റെ വേരറുക്കാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസും എക്സൈസുമായി വിവരങ്ങൾ പങ്കുവയ്ക്കാനും നടപടി സ്വീകരിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടൽമാർഗവും കരമാർഗവും വൻതോതിലെത്തിക്കുന്ന മയക്കുമരുന്നാണ് കേരളത്തില് അടക്കം വിതരണം ചെയ്യുന്നത്. വൻതോതിലുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനം ശക്തവും വ്യാപകവും ആകേണ്ടതുണ്ട്. കേരളത്തിന്റെ മലയോരങ്ങളിൽ ഒരു കാലത്ത് സജീവമായിരുന്ന കഞ്ചാവ് കൃഷി നിശേഷം ഇല്ലാതാക്കാൻ എക്സൈസിന്റെയും പോലീസിന്റെയും നിരന്തര ശ്രമങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഇന്ന് കഞ്ചാവ് അടക്കം ലഹരി പദാർത്ഥങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമാണ് എത്തുന്നത്. വൻ ലാഭം കൊയ്യുന്ന മയക്കുമരുന്ന് ബിസിനസ്സിൽ ചരക്ക് എത്തിക്കുന്നതിന് അടിക്കടി പുതിയ തന്ത്രങ്ങൾ കച്ചവടക്കാർ സ്വീകരിക്കുന്നു. കർക്കശമായ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനത്തിലൂടെ മാത്രമേ രാസലഹരി അടക്കമുള്ളവയുടെ കടത്ത് തടയാനാകൂ. അതിനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന പോലീസും എക്സൈസും. മയക്കുമരുന്ന് വിതരണം തടയുന്നതിന് പോലീസ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ 3 ആഴ്ചക്കിടെ 5687 പേരെ പിടികൂടി. 5483 കേസ് രജിസ്റ്റർ ചെയ്തു. വലിയ അളവിൽ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. എക്സൈസ് വകുപ്പിന്റെ ക്ലീൻ സ്ലേറ്റ് പരിശോധനയിൽ 1.9 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. 554 കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസിന്റെയും എക്സൈസിന്റെയും കാര്യക്ഷമത തെളിയിക്കുന്നതാണ് ഈ കണക്കുകൾ. മയക്കുമരുന്ന് കടത്തും വിതരണവും മാത്രമല്ല, മയക്കുമരുന്ന് ഉപയോഗം കണ്ടെത്താനും നടപടി സ്വീകരിക്കും. ഇതിനായി ഉമിനീർ പരിശോധന നടത്താനാണ് തീരുമാനം. ക്യാമ്പസുകളിൽ നിരീക്ഷണം ഏർപ്പെടുത്താനും അച്ഛനമ്മമാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനും ലക്ഷ്യമിടുന്നു. കേരള സമൂഹം നേരിടുന്ന വിപത്താണ് മയക്കുമരുന്നിന്റെ വ്യാപനവും വർദ്ധിച്ചു വരുന്ന ഉപയോഗവും. ഏറ്റവും ഒടുവിൽ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കൽ പോലീസ് നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കുള്ള സന്നാഹങ്ങൾ തന്നെ കണ്ടെത്തിയത് സംസ്ഥാനത്തെ ഞെട്ടിക്കുക തന്നെ ചെയ്തു. ഇക്കാര്യത്തിലടക്കം ലഹരിക്കെതിരെ കർക്കശ നടപടി എന്ന നിലപാടാണ് LDF സർക്കാരും CPIM-ഉം സ്വീകരിച്ചിട്ടുള്ളത്. CPIM-നെ കുറ്റപ്പെടുത്താൻ വേണ്ടി SFI-ക്കാർ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നെന്ന ദുഷ്പ്രചാരണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് SFI വ്യക്തമാക്കിയിട്ടുണ്ട്. കളമശ്ശേരിയിൽ കഞ്ചാവ് എത്തിച്ചു കൊടുത്തത് KSU പ്രവർത്തകരാണെന്നത് ചിലർ ബോധപൂർവം മറച്ചുവെക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 2 പേരിൽ KS ഷാലിഖ് KSU മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ്. രണ്ടാമൻ ആഷിഖും ചേർന്നാണ് ക്യാമ്പസിൽ കഞ്ചാവ് എത്തിച്ചത്. പുറത്തുനിന്ന് ഇവിടെ കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്ന പ്രധാന കണ്ണിയാണ് ഇരുവരും. എന്നിട്ടും അവരുടെ രാഷ്ട്രീയം മറച്ചുവെച്ചാണ് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. നാടിനെ കൊലക്കളമാക്കുന്ന ലഹരി മാഫിയയുടെ വേരറുക്കുന്നതിൽ പോലും മാധ്യമങ്ങൾ ഇരട്ടത്താപ്പ് കാട്ടുകയാണ്. ഇത്തരം നിരുത്തരവാദ സമീപനം തന്നെയാണ് പലയിടത്തും ലഹരി മാഫിയയ്ക്ക് തുണയേകുന്നത്. മയക്കുമരുന്ന് കടത്തും വിതരണവും ഉപയോഗവും പൂർണ്ണമായി തടഞ്ഞ് സംസ്ഥാനത്തെ ലഹരി മുക്തമാക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയാണ് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. യുവത്വത്തെ പിടികൂടിയ മാരക വിപത്തായ ലഹരിക്കെതിരായ കർക്കശ നടപടികൾക്ക് ബഹുജന പിന്തുണ ആവശ്യമാണ്. മയക്കുമരുന്ന് മുക്ത കേരളത്തിനായുള്ള ഒത്തൊരുമിച്ച പ്രവർത്തനങ്ങൾക്കാകും വരും ദിനങ്ങൾ സാക്ഷ്യം വഹിക്കുക. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.